കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലഘട്ടം ഏകപക്ഷീയമായി എടുത്ത കടുത്ത തീരുമാനങ്ങളുടെയും പിന്നീട് കനത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് അവ പിൻവലിക്കേണ്ടി വന്നതിന്റെയും ചരിത്രമാണ് അടയാളപ്പെടുത്തുന്നത്. ഉറച്ച നിലപാടുകളോടെ മുന്നോട്ടു പോകുന്നുവെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പൊതുസമൂഹത്തിൽ നിന്നും മുന്നണിക്കകത്തു നിന്നും എതിർപ്പുകൾ ശക്തമാകുമ്പോൾ തീരുമാനങ്ങളിൽ നിന്ന് നാണം കെട്ടു പിന്മാറുന്നത് ഈ സർക്കാരിന്റെ ഒരു പതിവ് ശൈലിയായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വ ശൈലി, കൂടിയാലോചനകളില്ലാത്ത തീരുമാനങ്ങൾ, അതുമൂലം സർക്കാരിനും പാർട്ടിക്കും സംസ്ഥാനത്തിനും സംഭവിച്ച പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണരീതിയും നേതൃത്വ ശൈലിയുമാണ് തുടർച്ചയായ നയപരമായ പിഴവുകൾക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ഉദ്യോഗസ്ഥരെയും പേഴ്സണൽ സ്റ്റാഫിനെയും മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന രീതി ആവർത്തിച്ചുള്ള തിരിച്ചടികൾക്ക് കാരണമായി. സഖാവ് VS അച്യുതാനന്ദന്റെ കാലശേഷം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി മാറിയ പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്ന വിമർശനം ശക്തമാണ്. കേരള സംസ്ഥാനം മുഴുവൻ തന്റെ അധീനതയിലാണെന്ന മനോഭാവത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും സാധാരണക്കാരെയും മാധ്യമങ്ങളെയും അകറ്റി നിർത്തുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റേതെന്നും ആരോപിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്നും അടിസ്ഥാനപരമായ രാഷ്ട്രീയ യോഗ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സർക്കാരിന്റെ നിർണായക തീരുമാനങ്ങൾ പലതും മന്ത്രിമാരോ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളോ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രി ഓഫീസുമാണ്. ഉദാഹരണമായി PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ LDF-ൽ ചർച്ച ചെയ്യാൻ മാറ്റിവെച്ച വിഷയമായിരുന്നിട്ടും മുന്നണിയെ അറിയിക്കാതെ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. പിന്നീട് CPI-യുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് കരാർ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തെഴുതേണ്ടി വന്നു. ഈ ഏകാധിപത്യപരമായ തീരുമാന രീതിയാണ് പിന്നീട് സർക്കാരിന്റെ തുടർച്ചയായ പ്രതിസന്ധികളിലും നാണംകെട്ട പിന്മാറ്റങ്ങളിലും കൊണ്ടെത്തിച്ചതെന്ന് ഈ സംഭവ പരമ്പരകൾ വ്യക്തമാക്കുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ 2 ടേമുകളിലായി നിരവധി സുപ്രധാന നയങ്ങളിൽ നിന്നും പദ്ധതികളിൽ നിന്നും പ്രതിഷേധങ്ങൾ കാരണം പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. ദീർഘവീക്ഷണമില്ലാതെ പ്രഖ്യാപിക്കുകയും പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ രീതി സർക്കാരിന്റെ വിശ്വാസ്യതയെ സാരമായി ബാധിച്ചു. പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നവരെ തടയിടാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന വിമർശനം അതിശക്തമായതോടെ പിൻവലിക്കൽ ഓർഡിനൻസിനായി ഗവർണറെ സമീപിക്കേണ്ടി വന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ 3 ബ്രൂവറികൾക്കും 1 ഡിസ്റ്റിലറിക്കും നൽകാനുള്ള തീരുമാനം വലിയ അഴിമതി ആരോപണങ്ങൾക്ക് കാരണമായി. പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തതോടെ ന്യായീകരിക്കാനാവാതെ സർക്കാർ ഈ അനുമതി റദ്ദാക്കി. കോവിഡ് രോഗികളുടെ വിവരങ്ങൾ വിശകലനം ചെയ്യാൻ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറുമായി ഉണ്ടാക്കിയ കരാർ വലിയ വിവാദമായി. ചട്ടലംഘനവും ഡാറ്റാ സുരക്ഷാ പ്രശ്നങ്ങളും ആരോപിക്കപ്പെട്ടപ്പോൾ സർക്കാർ ആദ്യം പ്രതിരോധിച്ചെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമായി. ഡാറ്റാ സുരക്ഷാ വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കാനും സോഫ്റ്റ്വെയർ CDITന്റെ ക്ലൗഡിലേക്ക് മാറ്റാനും കോടതി നിർദ്ദേശിച്ചു. ഒടുവിൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ സർക്കാർ കരാറിൽ നിന്ന് പിന്മാറി. അമേരിക്കൻ കമ്പനിയായ EMCC-യുമായി 5000 കോടി രൂപ ആഴക്കടൽ മത്സ്യബന്ധന ധാരണാപത്രം ഒപ്പിട്ടത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് അതിശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. തീരദേശ മേഖല ഇളകിമറിഞ്ഞതോടെ സർക്കാർ കരാറിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി. സംസ്ഥാനത്തെ 2ആയി മുറിക്കുമെന്ന് ആരോപിക്കപ്പെട്ട സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വ്യാപകമായ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു. പ്രതിഷേധക്കാരെ അടിച്ചമർത്തുകയും സ്ഥലമേറ്റെടുപ്പിനായി ബലമായി കല്ലിടുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത സർക്കാർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിലപാട് മയപ്പെടുത്തി. നിലവിൽ പദ്ധതി ഉപേക്ഷിച്ച നിലയിലാണ്. സർവകലാശാല VC നിയമന വിഷയത്തിൽ ഗവർണറുമായി വലിയ ഏറ്റുമുട്ടൽ നടത്തിയ സർക്കാർ പിന്നീട് ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന നിയമ ഭേദഗതി പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിവിധ സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഈ നയത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയി. ഈ നയപരമായ പാളിച്ചകളും തുടർന്നുള്ള മാറ്റങ്ങളും ഭരണപരമായ വീഴ്ചകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചു. തുടർച്ചയായ ഈ നയപരമായ മലക്കം മറിച്ചിലുകൾ കേവലം ഭരണപരമായ വീഴ്ചകളായി ഒതുങ്ങിയില്ല. മറിച്ച് ഇവ ഓരോന്നും കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുകയും സാമൂഹിക അന്തരീക്ഷം വഷളാക്കുകയും പാർട്ടിയുടെയും സർക്കാരിന്റെയും വിശ്വാസ്യത ഇല്ലാതാക്കുകയും ചെയ്തുവെന്ന് ഉറവിടം വാദിക്കുന്നു. ഇല്ലാതാക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ ഭരണകാലത്ത് കേരളം മുമ്പെങ്ങുമില്ലാത്ത വിധം കടക്കെണിയിലായതും സംസ്ഥാനത്തിന്റെ സർവ്വ മേഖലകളും തകർന്നടിഞ്ഞതായും വിലയിരുത്തപ്പെടുന്നു. ഇതിനു പുറമെ മദ്യം, മയക്കുമരുന്ന്, കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ വർധനവ് സംസ്ഥാനത്തിന്റെ സാമൂഹിക സുസ്ഥിരതയെ കാര്യമായി ബാധിച്ചു. ഓരോ പിന്മാറ്റവും സർക്കാരിനും CPM-നും വലിയ നാണക്കേടാണ് സമ്മാനിച്ചത്. വിവാദ തീരുമാനങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും
ജനങ്ങളിൽ നിന്ന് അകറ്റി. തിരഞ്ഞെടുപ്പ് തോൽവികൾക്ക് ശേഷവും മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ മുതിർന്ന പാർട്ടി നേതാക്കൾ പോലും തയ്യാറാക്കാത്തത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം നഷ്ടപ്പെട്ടതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ രാഷ്ട്രീയവും സാമൂഹികവുമായ തകർച്ച കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിണറായി വിജയന്റെ ഭരണകാലം അടയാളപ്പെടുത്തുന്നത് കേവലം നയപരമായ പിഴവുകളല്ല, മറിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് സംഭവിച്ച ശോഷണമാണെന്ന് ഉറപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഉറച്ച നിലപാടുകൾ എന്ന പേരിൽ നടപ്പാക്കിയ തീരുമാനങ്ങളിൽ നിന്ന് തുടർച്ചയായി പിന്മാറേണ്ടി വരുന്നത് ആ പ്രത്യയശാസ്ത്രത്തിന്റെ കാലഹരണപ്പെടുത്തലിന്റെ സൂചനയാണെന്ന് വിമർശകർ വിലയിരുത്തി. ഈ ചരിത്രപരമായ തകർച്ചയ്ക്ക് പിണറായി വിജയന്റെ ഭരണം ഒരു കാരണമായി എന്നതിലുപരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് യുഗത്തിന്റെ അന്ത്യത്തിന് അദ്ദേഹം ഒരു നിമിത്തമായെന്ന് മാത്രം ഉറപ്പിക്കുകയാണ് ഈ 9.5 വർഷത്തെ അനുഭവം. താങ്ക് യു.